വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ റെയ്ഡും കാര്യങ്ങളും ശക്തമാക്കും എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ അറിയിക്കാറുള്ളത്. കോർപ്പറേഷൻ പരിശോധിക്കേണ്ട രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കൂടുതൽ അധികാരവും അവകാശവുമുണ്ട്. കോർപ്പറേഷനേക്കാൾ കൂടുതൽ മെഷീനറി ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സംശയകരമായ കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ബാക്കി കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്നലെ ഈ വിവരത്തിൽ ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ അതിന്റെ ആക്ടിവിറ്റി നടക്കുകയാണ്. എന്തായാലും മുഴുവൻ പേരെയും ഒരുപക്ഷെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിലും ലഭ്യമാകുന്ന ആൾക്കാരുടെ മീറ്റിംഗ് എത്രയും പെട്ടെന്ന് നടത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതാ സ്ഥലങ്ങളിൽ യോഗം നടത്തുകയും അതാ സ്ഥലങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തും. അല്ല, ഞാൻ പറഞ്ഞ ലഭിച്ച വിവരങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്തെ ഇൻസിഡന്റ് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ പരിശോധനകൾ കർശനമാക്കുമ്പോഴേ നമ്മുടെ വിഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശോധനകൾ ശക്തമാക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് കൂടെ നിൽക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് അവർക്ക് പ്രത്യേക നിർദ്ദേശവും. ഞങ്ങൾക്കിപ്പോൾ സ്ക്വാഡുണ്ട്. കോർപ്പറേഷന് 4 സ്ക്വാഡ് എല്ലാ സമയവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്വാഡിന് ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം കൊടുക്കും. അല്ല, വലിയൊരു വാർത്തയാണ്, ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം പോലീസിനാണുള്ളത്. രേഖകൾ തയ്യാറാക്കുക, അതൊക്കെ ഇടപെടാനുള്ള അധികാരം കോർപ്പറേഷനില്ല, പോലീസിനാണ്. പോലീസ് അക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും. ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്ന പ്രധാനമായിട്ട് ഹെൽത്ത് സെക്ടറിലാണ്. ആരോഗ്യ മേഖലയുടെ പരിശോധന ഞങ്ങൾ ശക്തമാക്കുക. അപ്പൊ ആ പരിശോധന നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം ഞങ്ങൾക്ക് വിളിക്കാം. അത് വിളിച്ച് അവരോട് ഓരോരുത്തരുടെയും കീഴിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട്, അവരുടെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ലേബർ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. അല്ല, ഇങ്ങനെ മറ്റു രാജ്യത്തെ പൗരന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാത്ത സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. രേഖകളില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ബാക്കി ഗവൺമെന്റ് നോക്കിയുള്ളൂ. ബാക്കി സംസ്ഥാനം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കും. ഇപ്പൊ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള അധികാരാവകാശമൊന്നുമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ നിർവഹിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. ബാക്കി ഗവൺമെന്റ് പോലീസും ചെയ്യും. അല്ല, എവിടെ നിന്ന് എന്തൊക്കെ നിർദ്ദേശം ലഭിച്ചു എന്നുള്ളത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. എന്തായാലും ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രോപ്പർ ചാനലിൽ വരേണ്ട വിവരങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായി ലഭിക്കേണ്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്ന് തന്നെ നിങ്ങൾ വെച്ചോളൂ. ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതിഥി തൊഴിലാളികൾക്ക് ഏത് തരത്തിൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള രേഖകൾ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ച് അവരുടെ കൂടി അഭിപ്രായം തേടി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും അവരുടെ തൊഴിലാളികളുടെ ലിസ്റ്റ് തരേണ്ടി വരും. അവരുടെ സുരക്ഷാ കാർഡ് കർശനമാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കണമെന്ന് കൂടുതൽ ചർച്ചകൾ വേണ്ടി വരും. ഒരു ദിവസം അതിനുശേഷം അതിനേക്കാൾ മഴയുണ്ടായി. ആ ദിവസം എന്താണെന്നുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വിശദമായ ചർച്ച ചെയ്തു. അങ്ങനെ അരുണിന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ നടന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഉണ്ടാവാൻ പോകുന്ന മഴയുടെ വലിപ്പം, ഇല്ല, മുന്നൊരുക്കങ്ങൾ ഇന്നലെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. 7-8 ഇന്ന് ഏതോ പത്രം, ഓരോ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, മാതൃഭൂമി, മനോരമ, ഏതോ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഉടമസ്ഥയിൽ തോടുകളുണ്ട്.
അവരൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗിൽ വന്നിരുന്നു. വിശദമായി ചർച്ച ചെയ്തു. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അവരോരോ ഓർഡർ ഏറ്റെടുത്താൽ മതി. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് 8 ലോഡ് മാലിന്യം ഞങ്ങൾ ആദ്യം മാറ്റി. അത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ യാമേഴഞ്ഞാൻ തോട്ടിലെ തകരപ്പറമ്പിനും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തുനിന്നും ജോയ് മരണപ്പെട്ട സ്ഥലത്ത് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷെ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. 15 വർഷം കൊണ്ട് മാറ്റാതെ ആമേഴഞ്ചാൻ തോടിലും പർവ്വതപുത്രാന്റെ പല ഭാഗത്തും അടിഞ്ഞു കൂടിയ മണലാണ് മാറ്റിയത്. ഈ മണൽ കോർപ്പറേഷന്റെ പ്രശ്നം കൊണ്ടുണ്ടായ മാലിന്യമല്ല. ഈ മണൽ അടിഞ്ഞുകൂടി കിടന്നുകൊണ്ട് എന്താണ്, 2-3 മീറ്റർ വെള്ളം ഒഴുകേണ്ട ആ ബെഡിന്റെ ഹൈറ്റ് കൂടി. അപ്പൊ 1/2 മീറ്ററിൽ മാത്രം വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ വന്നു. 3 മീറ്റർ ആഴത്തിൽ വെള്ളം ഒഴുകേണ്ടത് 1/2 മീറ്റർ ഒഴുകിയപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടായത്. നിങ്ങൾ മണൽ കൂടുതൽ മാറ്റി. അപ്പോൾ മണൽ മാറ്റേണ്ടത് ആരാണ്? അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ ചർച്ച, ഈ സിറ്റിംഗ്, ഈ ടീം തുടരാമെന്ന് പറഞ്ഞു. അപ്പൊ തുടർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റും അവർ ഇപ്പൊ ഇൻലാൻഡ് നാവിഗേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ അവരുടെ കരയിൽ പർവ്വതപുത്തനാറാണല്ലോ, ജീവിച്ചിരുന്നവരൊക്കെ തന്നെ കരയിൽ നിന്ന് മാറ്റി അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തു. ആ പ്രദേശമൊക്കെ തന്നെ അവരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ജോലി ചെയ്യുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു.